ഹായ് ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഈ ഹൗസ് കണ്ടാ, ഈ ക്യാരക്ടർ നിൽക്കുന്ന ഹൗസ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഗെയിമിൽ ഈ ഹൗസിൽ ഒരു തരത്തിലുള്ള മാറ്റമില്ല. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് സ്റ്റെപ്പൊക്കെ വെച്ച്, അങ്ങനത്തെ അല്ല ഞാനിന്ന് ചെയ്യാൻ പോണത്, വേറെ മോഡലാണ്. അത് ഹൗസിൻ്റെ മൊത്തം നമ്മൾ ലുക്ക് വരെ മാറ്റാൻ പോകണം നമ്മുടെ വീടിൻ്റെ. ഇപ്പോൾ ഒന്നുമില്ല വീട്, ആകെ കുറച്ച് പൊട്ട മരങ്ങളും കൊണ്ട് ഒരു വേസ്റ്റ് ബക്കറ്റും ഉണ്ട്, അത്രയൊക്കെ ഉള്ളു അല്ലേ. അത് ഉണങ്ങിയിരിക്കണ മരങ്ങളൊക്കെ പോലത്തെ മരങ്ങളൊക്കെയാണ്. നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ഫുള്ള് മാറ്റാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കണില്ല, ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ നിങ്ങളതൊന്ന് പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ട ഓക്കെ, ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും ഓക്കെ, പേസ്റ്റ് ആയിട്ടുണ്ട് ലിങ്ക് നമുക്കവിടെ. ഇനിയിപ്പോൾ ഈ സമയം കഴിയണം, ഏകദേശം 4 മിനിറ്റ് എങ്ങാനും നമുക്ക് കഴിയണം. ഇപ്പോൾ ഫയൽ ലോഡഡ് നമുക്ക് കാണിച്ചേക്കാണ്. ഇതിപ്പോൾ ഇൻ്റർനെറ്റിൽ വന്ന പുതിയൊരു സംഭവം കേട്ടോ, പേസ്റ്റ് എന്ന് കൊടുക്കണത്. സാധാരണ നമുക്ക് വേറെ മോഡലാണ് വന്നേച്ചത്. ഓക്കെ, നമുക്കിനി ബാക്ക് അടിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ബാക്ക് അടിച്ച്, നിങ്ങളില്ലേ ഗൈസ്, ബാക്ക് അടിച്ചിട്ട് വേണമെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ ഓഫൊക്കെ ചെയ്ത് ഇട്ടിട്ട് കളിച്ചോട്ടോ. എന്തിനാ വെറുതെ ഇൻ്റർനെറ്റൊക്കെ ഓണാക്കി ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ആഡ് വന്നിട്ടുണ്ട് നമുക്ക്. ഈ ആഡ് കഴിയണം, കാരണം അത് കറക്റ്റായിന്ന് കാണിക്കണേണ്. ഈ ആടൊന്ന് കഴിഞ്ഞേക്കട്ടെ. ഓക്കെ, സാധാരണ ഇവിടെ ഇങ്ങനെ ഇൻറ്റു വന്നതാണ് ആട് വരുമ്പോൾ. ഇതിപ്പോൾ ആടൊന്നും ഇൻറ്റു പോലും വന്നില്ല. ഈ ആട് സംഭവം ഇവർക്ക് ഈ കാശ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവർ. നമ്മൾ ഈ ഇത് കാണുമ്പോൾ ഇവർക്ക് ഈ പൈസയൊക്കെ വന്നതാണ്. എന്നാലും അയാളുടെ ബുദ്ധിയുള്ളതല്ലേ. ഈ ഗെയിം കളിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ ആഡ് കാണാണ്ട് പറ്റൂല. അപ്പോൾ ആഡ് കാണുമ്പോൾ ഇവർക്കിവിടെ കാശ് വീഴും. അതൊക്കെ കൊള്ളാമല്ലേ ഗൈസ്, നല്ല അടിപൊളി സംഭവമാണ് ആട്. ഓക്കെ, നമ്മുടെ വീട് ഫുള്ള് മാറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. കണ്ട ഗൈസ്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. അതെ, ഒരുപാട് മരങ്ങളുണ്ട്. അതായത് വീടിൻ്റെ പൊക്കത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം കാണാം. അതായത് വീടിനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയേക്കണം. ഇവിടെ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയായുള്ള മൂടെന്താന്ന് നോക്കട്ടെ. 99 ആണ് രാത്രിത്തെ ചീറ്റ് കോട്ട്. നല്ല മരങ്ങൾ തിളങ്ങുന്നുണ്ടല്ലേ, വേറൊന്നും പ്രത്യേകിച്ച് തിളങ്ങണില്ല. കൊള്ളാമല്ലേ. അപ്പം നമുക്ക് എന്തായാലും 99 തന്നെ തിരിച്ചാക്കിയിട്ടേക്കാം. ഓക്കെ, ഇത് ഇവിടെ നടക്കണ്ടല്ലോ. ഓ, ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്ക്. വാവ്. ഇപ്പോൾ നല്ല മരങ്ങൾ മാറ്റി, പൊട്ട മരങ്ങൾ മാറ്റിയിട്ട് നല്ല മരങ്ങൾ വെച്ചിട്ടുണ്ട്. തെറ്റിപ്പോയി ഗൈസ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ലിങ്ക് വേണമെങ്കിൽ താഴെ പേസ്റ്റ് ചെയ്തിട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് പേസ്റ്റ് ചെയ്യുക. ഈ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പേസ്റ്റ് ചെയ്യണത് ഇപ്പോൾ നോർമൽ മോഡല്ല. ഇപ്പോൾ എടുത്തപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിക്കണത്. അവിടെ ഇൻ്റർനെറ്റ് ഇപ്പോൾ പ്ലഗിൻ പോലെ തന്നെയാണ്. പേസ്റ്റ് ഒന്ന് കൊടുത്താലേ പേസ്റ്റ് ആകുള്ളൂ അവിടെ. ഓക്കെ, നമുക്കിനി ഒരു ജെറ്റ് ബാഗ് വിളിച്ച് പൊക്കത്ത് പോകണം. 330 ജെറ്റ് ബാഗിൻ്റെ നമ്പർ. ഇതൊരു മിനി ജെറ്റ് ബാഗാണ്, എനിക്ക് മറ്റേതായിരുന്നു വേണ്ടത്. കുഴപ്പമില്ല, കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ കഴിച്ച് നമ്മൾ ഇവിടെ എത്തിയേക്കണം. എൻ്റെ മോനെ, വീട് ഫുള്ള് ലുക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാ വീടിൻ്റെ ടെറസൊക്കെ. ഹലോ, ഞാൻ വേറൊരു കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ സ്വിമ്മിങ് പൂളിൻ്റെ അടിയിൽ കൂടെ ഒരു പാലം വന്നേക്കണം. നോക്കിയേ, ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. എൻ്റെ പൊന്നോ, ഞാൻ പുറത്ത് ലാൻഡ് ചെയ്ത്. ഇപ്പം ഗ്ലിച്ചായി, ഞാൻ പുറത്തായിട്ട് പോകും. ഞാൻ വീണ് ചത്തില്ല. ഓഹ്, നടു ഒടിഞ്ഞിട്ടാ എൻ്റെ. സത്യം പറയാല്ല, എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞി. നമുക്കെന്തായാലും ഇങ്ങോട്ട് പോയിട്ട്, ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, സ്വിമ്മിങ് പൂളിൻ്റെ നടുക്ക് ചെക്കനല്ല അയാളിത് എങ്ങനെയാണ് പണിത് വെച്ചേക്കണത്. കൊള്ളാല്ലേ, ചാടാൻ പറ്റണല്ലേ. വാവ്,
എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടാ. ഓക്കെ ഗായ്സ്, ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മുടെ മിക്ക വീഡിയോസിലും ഇപ്പോൾ വ്യൂസ് കയറാറുണ്ട്. കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. എന്നാലേ എനിക്ക് പുതിയ പുതിയ കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിന് നല്ല സംഭവമായിട്ട് നമുക്ക് പിന്നെയും വരാം. അപ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ ബൈ.